അബി വളരെ നന്നായിട്ട് പാടി കേട്ടോ. എന്ത് സുഖമല്ല ഈ പാട്ട് കേൾക്കാൻ. നമ്മളൊരു വേറൊരു ലോകത്തിലേക്ക് പോകുന്ന ഒരു ഫീലാണ്. ഏകാന്തമായി ഇരിക്കുന്ന ഒരു സമയത്ത് കേൾക്കാൻ പറ്റുന്ന പാട്ടാണ്. ഇറ്റ്സ് ലൈക്ക് എ ലവ് സോങ്ങും ആണ്. പക്ഷെ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരുപാട് നല്ല വികാരങ്ങൾ ഉണർത്തുന്ന ഒരു പാട്ടാണ്. ഓക്കെ, ഇനി വേറെ എന്തൊക്കെയാണ് ഹോബീസ് ഉള്ളത്? മ്യൂസിക് അല്ലാണ്ട് വേറെ ഇൻസ്ട്രുമെന്റ്സ് വല്ലതും പ്ലേ ചെയ്യുമോ? ഇല്ല, ഇൻസ്ട്രുമെന്റ്സ് ഞാൻ പഠിച്ചിരുന്നു, കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിയാനോ പഠിച്ചിരുന്നു. എന്തായാലും അത് കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. പാട്ടിന്റെ കൂടെ പിയാനോ കൂടെ കൈവശം ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ചില പ്രോഗ്രാംസുകളിലൊക്കെ നമുക്ക് പോകുമ്പോഴത്തേക്ക് അത് പ്ലേ ചെയ്ത് പാടാനൊക്കെയുള്ള ഒരു വെസ്റ്റേൺ ടൈപ്പ് ഓഫ് പ്രോഗ്രാംസുകളൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പാടാം. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഹോബീസ് ഒക്കെ ഉണ്ടോ? വായിക്കാറുണ്ട്. പിന്നെ ഫിലിം വളരെയധികം ക്രേസ് ആണ്. വളരെ നേരത്തെ ഒരു ആഗ്രഹം പറഞ്ഞല്ലോ അല്ലേ, ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയാണ്? മ്യൂസിക് തന്നെയാണ്. പിന്നെയും എനിക്ക് കൂടുതൽ വീണ്ടും പഠിക്കാൻ തന്നെ ആഗ്രഹം. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണം തന്നെയാണ്. അപ്പോൾ ഈ ജോലി സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വർക്ക് ചെയ്യുന്നത് ബാങ്കിലാണ്, നേരത്തെ പറഞ്ഞല്ലോ. ജസീറ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്നിടത്ത് ടൈം ഉണ്ട്, തേഴ്സ്ഡേ ഫ്രൈഡേ ഓഫ് ആണ്. അപ്പോൾ ആ സമയങ്ങളിലാണ് മ്യൂസിക്കിന് വേണ്ടിയിട്ട് ചെലവഴിക്കാറല്ലേ? മ്യൂസിക് ഞാൻ വീക്ക് ഡേയ്സിൽ പഠിക്കും, മിക്കവാറും ഈ വീക്കെൻഡ്സിൽ പ്രോഗ്രാം ആണ്. അപ്പം അതിനുവേണ്ടി ഈ ബാങ്കിൽ ഉള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? മലയാളികൾക്ക് മലയാളീസ്, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മലയാളീസ് ഇല്ല, കൂടുതലും സൗദീസ് മെക്സിക്കൻസ് ഒക്കെയാണ്. പക്ഷെ അവർക്കറിയാം ഞാൻ പാടുന്നറിയാം. അവരെന്നെ എന്നോട് പറയാറുണ്ട് ഇംഗ്ലീഷ് സോങ് പഠിക്കൂ, ഇംഗ്ലീഷ് സോങ്, അറബിക് സോങ്സ് പഠിക്കുന്നു. പക്ഷെ ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. പല ലാംഗ്വേജുകൾ ഇപ്പൊ നമ്മള് മലയാളികൾ എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മലയാളം സോങ് പാടാനും അല്ലെങ്കിൽ ഒരു തമിഴ് പാടാനോ അല്ലെങ്കിൽ ഒരു ഹിന്ദി പാടാനോ ആയിരിക്കും. കൂടുതൽ വേറെ ലാംഗ്വേജുകളിലേക്ക് പോകാനായിട്ട് ആരും ശ്രമിക്കാറില്ല. അതുകൊണ്ട് അബി തീർച്ചയായിട്ടും അറബിക് സോങ് ഒക്കെ പാടും. അപ്പൊ അവർക്കും കൂടെയൊക്കെ ഒരു സന്തോഷമായിക്കോട്ടെ അല്ലേ? ഏതായാലും ഇനി അടുത്ത പാട്ട് മെലഡി ബർസിലൂടെ പ്രേക്ഷകർക്കായിട്ട് ഏതാണ് പാടുന്നത്? ഒരു സാഡ് സോങ് ആണ്, പാതിരാമഴ ഏതോ. വെരി ഗുഡ്. ഉള്ളടക്കം ഫിലിം അല്ലേ? ഓക്കെ, എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. പാതിരാമഴ ഏതോ ഹംസഗീതം പാടി വീണപൂവിതളെങ്ങോ പിന്നിലാവിലലിഞ്ഞു നീലവാർമുകിലോരം ചന്ദ്രഹൃദയം തേങ്ങി പാതിരാമഴ ഏതോ ഹംസഗീതം പാടി ൂരിരുൾ ചിമിഴിൽ ഞാനും മൗനവും മാത്രം മിന്നിയുലയും വ്യാമോഹ ജ്വാലയാളുകയാ എൻ്റെ ലോകം നീ മറന്നോ എൻ്റെ ലോകം നീ മറന്നു ഓർമ്മ പോലും മാഞ്ഞു പോകുവതെന്തേ പാതിരാമഴ ഏതോ ഹംസഗീതം പാടി ശൂന്യവേദികയിൽ കണ്ടു നിന്നിഴൽ
ചന്തം കരിയിലക്കരയായി മാറി സ്നേഹ സാമ്രാജ്യം ഏകയായി നീ പോയതെവിടെ ഏകയായി നീ പോയതെവിടെ ഓർമ്മ പോലും മാഞ്ഞു പോകുവതെന്തേ പാതിരാമഴയേതോ ഹംസഗീതം പാടി വീണപൂവിതളെങ്ങോ പിന്നിലാവിലലിഞ്ഞു നീലവാർമുകിലോരം ചന്ദ്രഹൃദയം തേങ്ങി അബി, എത്ര കേട്ടാലും മതി വരാത്ത കുറെ പാട്ടുകളിൽ ഒന്നാണല്ലേ ഈ പാട്ട്. ആസ് യൂഷ്വൽ എനിക്കും ഒരുപാട് പാട്ടുകൾ ഇഷ്ടമുണ്ട്, മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലും ഒക്കെ. മലയാളത്തിൽ ഒരുപാട് പാട്ടുകളിൽ ഒരു പാട്ടാണ് പാതിരമഴ. ഒരിക്കലും മരിക്കാത്ത പാട്ട് എന്ന് തന്നെ പറയാറില്ല. ഇതിന്റെ സംഗീതവും പാടിയിരിക്കുന്നതും ഒക്കെ യേശുദാസ് സാറാണ്. ലിറിക്സ് കൈതപ്രം സാറാണ്. മ്യൂസിക് ഡയറക്ടർ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഔസേപ്പച്ചൻ സാർ തന്നെയാണല്ലേ. സാറിന്റെ ആ ഒരു വയലിൻ ഒരു പ്രാവണ്യം ഇതിൽ കംപ്ലീറ്റ് കാണിച്ചിട്ടുണ്ട്. ഫ്ലൂട്ടിന്റെ ആ ഒരു ചലനങ്ങളും ഒക്കെ വളരെ നന്നായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സോങ് ആണ്. ഒരിക്കലും നമുക്കൊന്നും മറന്നു പോകാത്ത പാട്ട്. ഈ പാട്ട് പാടിയിട്ടുണ്ടോ? ഞാൻ വളരെ അടുത്ത് തന്നെ കൊച്ചിൻ അനീഫയുടെ ആനിവേഴ്സറി പാടിയിരുന്നു. അപ്പം അത് പാടിയപ്പം വളരെയധികം അഭിപ്രായം പറഞ്ഞു ആൾക്കാർ. അതേപോലെ തന്നെ വളരെയധികം സങ്കടപ്പെട്ടിട്ട് സങ്കടം ഉണ്ടാവാറുണ്ടല്ലേ. തീർച്ചയായിട്ടും അബി ഇത്രയും ദൂരത്തുനിന്ന് ദുബായിൽ വന്ന് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്ന് ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് നല്ല വിശേഷങ്ങൾ പങ്കുവച്ചു. അപ്പം നല്ല കുറച്ച് ഗാനങ്ങൾ പാടി. എല്ലാത്തിനും ഒരുപാട് നന്ദി. ഇനിയും തീർച്ചയായിട്ടും ഉയർച്ചകൾ മാത്രം ഉണ്ടാകട്ടെ. ഒരാഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആക്ട് ചെയ്യാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. അതൊക്കെ അങ്ങ് സാധിക്കട്ടെ. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും തീർച്ചയായിട്ടും അബിയെ സപ്പോർട്ട് ചെയ്യും. ഇനിയും നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസുകൾ വരട്ടെ. എല്ലാവിധ ബെസ്റ്റ് വിഷസ്. താങ്ക് യു സോ മച്ച്. എനിക്കും ഇങ്ങനെ ഒരു അവസരം തന്ന കൈരളി ടിവിയോടും അതിൻ്റെ അണിയറ പ്രവർത്തകരോടും ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. എന്നെ ഇവിടെ എത്തിക്കാൻ ശ്രമിച്ച വിജയൻ വേളമാനൂർ പുള്ളിയോട് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്.